السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനമുള്ള സഹോദരന്മാരെ, വിവാഹബന്ധത്തെ സംബന്ധിച്ച് ഗൗരവമേറിയ ഉടമ്പടി എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. അതിൽ നിന്ന് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ നിക്കാഹിലൂടെ സ്ഥാപിക്കപ്പെടുന്ന ബന്ധത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എത്ര പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചില്ലറ കാരണങ്ങൾ വരുമ്പോഴേക്ക് മുറിച്ചു കളയാനുള്ളതല്ല ആ ബന്ധം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നല്ല, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാണ് ത്വലാഖ് എന്ന് പറയുമ്പോൾ, ത്വലാഖിന് മുതിരുമ്പോൾ വളരെ ഏറെ ആലോചിക്കേണ്ടതുണ്ട് അതിൻ്റെ അപകടം എന്ന് വളരെ കൃത്യമായി നമ്മെ അത് ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരിക്കലും ത്വലാഖിനെ ലാഘവത്തോടെ കണ്ടിട്ടില്ല, വളരെ ഗൗരവത്തോടെ തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായും യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാവാം. മനുഷ്യൻ തമ്മിലുള്ള ബന്ധങ്ങളിൽ അത് എല്ലാ ബന്ധങ്ങളിലും എന്ന പോലെ വിവാഹ ബന്ധത്തിലും ഉണ്ടാവാം. ചിലപ്പോൾ തീരെ യോജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഉലച്ചിൽ ഈ ബന്ധങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ ബന്ധങ്ങളിലും എന്ന പോലെ വിവാഹ ബന്ധത്തിലുമുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും പിന്നെ വേർപിരിയുകയല്ലാതെ മറ്റു വഴിയില്ലാത്ത അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള നിയമം വേണം. അത് ഒരിക്കലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരിക്കലും വേർപിരിയാൻ പാടില്ല എന്ന് പറയുന്നതൊന്നും യുക്തമല്ല, മനുഷ്യ പ്രകൃതിക്ക് യോജിക്കുന്നതുമല്ല, പ്രായോഗികവും അല്ല. അങ്ങനെ നിർബന്ധിക്കുന്നതൊക്കെ പിന്നീട് വളരെയേറെ ദുരിത ജീവിതത്തിലേക്കും പീഡനങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കൊക്കെ വഴിവെക്കുന്നതാണ്. അത് സംഭവിച്ചുകൂടാ. നിർബന്ധ സാഹചര്യത്തിൽ ത്വലാഖ് വേർപിരിയുക എന്ന് പറയുന്നത് സാധ്യമാവണം, അതിനുള്ള നിയമം ഉണ്ടായിരിക്കണം. അതാണ് ത്വലാഖ്. എന്നാൽ ഈ ത്വലാഖ് ഇസ്ലാമിന്റെ മുൻപ് ഒരു പുരുഷന് എത്രയും ത്വലാഖ് ചെല്ലാം, എത്ര വേണമെങ്കിലും ആ സ്ത്രീയെ ഭാര്യയാക്കി തിരിച്ചെടുക്കാം. അതിന് യാതൊരു പരിധിയും ഉണ്ടായിരുന്നില്ല. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുരിതവും അതുപോലെ തന്നെ വലിയ പീഡനവുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഈ ഇസ്ലാമിൽ ത്വലാഖ് സംബന്ധമായ നിയമം വരുന്നതിന് മുൻപ് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു ആൾ തന്റെ ഭാര്യയോട് ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. അതായത് ഭാര്യയാക്കി വെച്ചിരിക്കുകയുമില്ല, ഒഴിഞ്ഞുപോയി മറ്റൊരാളെ വിവാഹം ചെയ്യാൻ അനുവദിക്കുകയുമില്ല. ഇങ്ങനെ ത്വലാഖ് ചൊല്ലി തിരിച്ചെടുത്തുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് വിഷയം പറഞ്ഞു വേവലാതിപ്പെട്ടു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ അത്വലാഖു മർറതാനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ എന്ന് തുടങ്ങുന്ന ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് ആ നിലനിന്നിരുന്ന പീഡനത്തിന് അല്ലെങ്കിൽ ആ ചൂഷണത്തിന്, ദുരിതത്തിന് അറുതി വരുത്തിയും കൊണ്ട് ത്വലാഖിനെ, പുരുഷന് സ്ത്രീയെ ത്വലാഖ് ചെല്ലാനുള്ള അവസരം 3 ആക്കി പരിമിതപ്പെടുത്തി. 3 ത്വലാഖിൽ പരിമിതപ്പെടുത്തി. ഇതിൽ നിന്ന് അത്വലാഖു മർറതാനി, തിരിച്ചെടുക്കൽ അനുവദനീയമായ ത്വലാഖ് 2 മാത്രമേ ഉള്ളൂ. ഒരു ത്വലാഖ് ചൊല്ലിയാൽ ആ സ്ത്രീയുടെ ഇദ്ദ കാലാവധി കഴിയുന്നതിന് മുൻപായിട്ട് അവളെ വേണമെങ്കിൽ ഭാര്യയാക്കി വീണ്ടും തിരിച്ചെടുക്കാം. ഈ കാലഘട്ടം തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സ്വഭാവത്തിലും ജീവിതശൈലിയിലും മാറ്റം വരുത്താനും നല്ലൊരു ജീവിതം പുതുതായി തുടങ്ങാനും അത്തരം ഒരു ചിന്തയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനൊക്കെ മതിയായ സമയമാണ്. അപ്പോൾ വേണമെങ്കിൽ തിരിച്ചെടുക്കാം, വീണ്ടും ഭാര്യയാക്കി കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം തുടരാം. അതേ സ്ഥാനത്ത് ഇനിയും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി 2ാമത്തെ ത്വലാഖ് വേണമെങ്കിൽ ചെല്ലാം. അപ്പോഴും ഇതേപോലെ യുദ്ധ കാലാവധി കഴിയുന്നതിന് മുൻപായിട്ട് തിരിച്ചെടുക്കാം. ഈ 2 അവസരത്തിൽ നിന്നും പഠിച്ചില്ല, അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നില്ല, വീണ്ടും പ്രശ്നങ്ങളുണ്ടായി 3ാമതൊരു ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാലോ ഔ തസ്രീഹും ബിഇഹ്സാൻ 3ാമത്തെ ത്വലാഖ് സംഭവിച്ചു കഴിഞ്ഞാലോ അവിടെ പിന്നെ തിരിച്ചെടുക്കുക എന്നത് സാധ്യമല്ല. പിന്നെ അവിടെ ഒരു വഴിയുള്ളത് ഫൈൻ ത്വല്ലഖഹ, അല്ലാഹു തആല തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നത്, ആ 3ാമത്തെ ത്വലാഖ് ചൊല്ലിയാൽ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറ, ആ സ്ത്രീ ഇയാളുടെ ഇദ്ദ കഴിഞ്ഞതിന്റെ ശേഷം മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് ആ പുരുഷനുമായി ഇവൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ശേഷം അയാളുടെ ഇദ്ദ കഴിഞ്ഞിട്ട് പിന്നെ ഈ ആദ്യത്തെ ഭർത്താവിന് വീണ്ടും ഒരു നിക്കാഹ് ചെയ്തുകൊണ്ട് തിരിച്ചെടുക്കാൻ കഴിയൂ. അല്ലാതെ
ത്വലാഖ് ചൊല്ലി യുദ്ധ കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കുന്ന ആ പരിപാടി മൂന്നാമത്തെ ത്വലാഖോടുകൂടി നടക്കുകയില്ല എന്ന് പരിമിതപ്പെടുത്തി. ഇത് വാസ്തവത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ് ആ പറയുന്നത്. തന്റെ ഭാര്യയെ ഒരാൾ കൊല്ലുക, അല്ലെങ്കിൽ തന്നെ ഒരാൾ കൊല്ലുക, ഇതൊക്കെ വേണമെങ്കിൽ മനുഷ്യന് വേണമെങ്കിൽ സഹിക്കാനും ക്ഷമിക്കാനും സാധിച്ചേക്കാം. എന്നാൽ തന്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായി കിടപ്പറ പങ്കിടുന്നു എന്നത് ഒരിക്കലും ഒരു പുരുഷന്റെ മനസ്സ് സമ്മതിക്കാത്ത, സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഒരു തലാഖ് സംഭവിച്ചു ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആർക്കും കണക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടായി മൂന്നാമത്തെ ഒരു തലാഖിന്റെ അവസരം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫലം ഇതായിരിക്കും എന്ന് ഇവിടെ കൃത്യമായ ഒരു വലിയ മതിലാണ് അല്ലാഹു തആല ഇവിടെ നിശ്ചയിക്കുന്നത്. അഥവാ മൂന്നാമത്തെ ത്വലാഖ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയെ ഭാര്യയാക്കി തിരിച്ചു കിട്ടണമെങ്കിൽ വലിയ പ്രയാസമുണ്ട് എന്ന് അല്ലാഹു തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തന്റെ കയ്യിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള ഈ അവസരം അനിവാര്യ ഘട്ടത്തിൽ, നിർബന്ധ സാഹചര്യത്തിൽ മാത്രം ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടുന്ന ഒരു സമ്മതത്തോടു കൂടി നൽകിയിട്ടുള്ള ഈ അവസരം ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ, അത് ഒന്നാമത്തെ ത്വലാഖ് തന്നെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ആ അവസരം തന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. ഇനി ഇതുപോലെ തിരിച്ചെടുക്കാവുന്ന അവസരം ഒന്നുകൂടി മാത്രമേ ഉള്ളൂ. അപ്പോ അത് രണ്ടാമത്തെ ത്വലാഖ് കഴിഞ്ഞു മൂന്നാമത്തെ ത്വലാഖിലേക്ക് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്, തനിക്ക് സഹിക്കാൻ കഴിയാത്ത പ്രയാസത്തിന് കാരണമാകും എന്ന് ബോധമുള്ള മനുഷ്യൻ ഒന്നാമത്തെ ത്വലാഖിൽ തന്നെ മുതിരുമ്പോൾ 100 വട്ടം ആലോചിക്കും. അപ്പോ ഇത്രയും കർശനമായ ഒരു ചികിത്സ അല്ലാഹു തആല ഇവിടെ നിശ്ചയിക്കുന്നതിലൂടെ ത്വലാഖിലേക്ക് മുതിരുമ്പോൾ നല്ലവണ്ണം ആലോചിക്കണം. ഒരിക്കലും നിർബന്ധ ഘട്ടങ്ങളിലല്ലാതെ സാധാരണഗതിയിൽ ഒരു ത്വലാഖ് സംഭവിക്കാൻ പാടില്ല, അത് സംഭവിക്കുകയുമില്ല. അപ്പൊ വളരെ കൃത്യമായ, വളരെ ശക്തമേറിയ ഒരു മതിലാണ് ത്വലാഖിന്റെ മുന്നിൽ സംഭവിക്കുന്നതിന്റെ മുന്നിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഏറെ ഫലപ്രദവും വളരെ ഏറെ ശക്തവുമായ ഒരു മതിലാണ് അല്ലാഹു തആല നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ ത്വലാഖ് ഈ പറഞ്ഞ രൂപത്തിൽ ഈ നിയമപ്രകാരമുള്ള ത്വലാഖൊന്നും മൂന്നാമത്തെ എത്താറില്ല. അങ്ങനെ ഒരു പതിവില്ല, അങ്ങനെ ഒരു സംഭവം തന്നെ സാധാരണ സംഭവിക്കാറില്ല. ഒന്നൊക്കെ സംഭവിക്കുക, ഏറിയാൽ രണ്ടാമത്തതൊക്കെ സംഭവിക്കുക എന്നല്ലാതെ മൂന്നാമത്തെ ത്വലാഖിലേക്ക് എത്താറില്ല സാധാരണ അതിന്റെ നിയമപ്രകാരം ചെയ്യുമ്പോൾ. പിന്നെ 3 ത്വലാഖ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുത്വലാഖ് എന്ന പേരിൽ പറയപ്പെടുന്ന 3 അവസരവും കൂടി അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിക്കാതെ ഒറ്റയടിക്ക് 3 കൂടി ചെല്ലുന്ന സംഭവമാണ് ഉണ്ടാവാറുള്ളത്. ഇത് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ മുൻകോപികളായ, പക്വമതികളല്ലാത്ത അല്ലെങ്കിൽ എടുത്തുചാട്ടക്കാരായ ആളുകളിൽ നിന്നാണ് ഇത്തരം ത്വലാഖുകൾ സംഭവിക്കാറുള്ളത്. അങ്ങനെ ത്വലാഖ് ചെല്ലുന്നവൻ തീർച്ചയായും തനിക്ക് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നൽകപ്പെട്ട അവസരത്തെ ദുരുപയോഗം ചെയ്തവനാണ്. ഈ ദുരുപയോഗം ചെയ്തവൻ തീർച്ചയായും അവൻ സ്വന്തത്തോട് തന്നെയാണ് അതിക്രമം കാണിക്കുന്നത്. കാരണം 3 ത്വലാഖും ചൊല്ലി എടുത്തു ചാടി കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയെ മനസ്സിന് മാറ്റമുണ്ടായി ഈ സ്ത്രീയെ ഭാര്യയാക്കി തിരിച്ചു കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചികിത്സ നടത്തിയതിന്റെ ശേഷമേ അവനക്ക് തിരിച്ചു കിട്ടൂ. അപ്പോ അവൻ അതിക്രമം കാണിച്ചത് യഥാർത്ഥത്തിൽ അവന്റെ സ്വന്തം ശരീരത്തോട് തന്നെയാണ്. അതിക്രമം കാണിച്ചവൻ അതിന്റെ തിക്തഫലം അനുഭവിക്കണം. അങ്ങനെയാണല്ലോ അതിന്റെ നിയമം. ഏത് വിഷയത്തിലും എടുത്തു ചാടി തീരുമാനമെടുക്കുകയോ എടുത്തു ചാടി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിന്റെ ദൂഷ്യഫലം, അതിന്റെ തിക്തഫലം അത് ചെയ്തവൻ അനുഭവിക്കണം. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എങ്കിൽ ത്വലാഖിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിന്റെ അവസാനം പറഞ്ഞത്, തിൽക ഹുദൂദുല്ലാഹി. ത്വലാഖിന് അല്ലാഹു തആല നിശ്ചയിച്ച പരിധികൾ ഇതൊക്കെയാണ്. ഈ പരിധിയിലൂടെ വേണം നീങ്ങാൻ. ഫലാ തഅതദൂഹ, അതിര് കടക്കരുത്. ആ പരിധികൾ വിട്ടു കടക്കാൻ പാടില്ല. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അല്ലാഹുവിന്റെ പരിധികൾ ലംഘിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അവൻ അക്രമിയാണ്. ആരോട് അക്രമം കാണിച്ചത്? യഥാർത്ഥത്തിൽ അവൻ സ്വന്തം നഫ്സിനോട്, സ്വന്തം ശരീരത്തോടാണ് അക്രമം കാണിച്ചത്. ഇതുപോലെ സൂറത്തു തലാഖിലും അല്ലാഹു തആല പറഞ്ഞത് കാണാൻ പറ്റും. അപ്പൊ ഖുർആനിന്റെ വളരെ വ്യക്തമായ ഒരു അധ്യാപനം തന്നെ അതിക്രമം ചെയ്തുകൊണ്ട് അല്ലാഹു തആല നൽകിയ അവസരത്തെ ദുരുപയോഗം ചെയ്താൽ, അഥവാ 3 ത്വലാഖ് ഉണ്ട്, ആ 3 ത്വലാഖ് ചെയ്യേണ്ടുന്ന വഴിയുമുണ്ട്, അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എടുത്തു ചാടി ത്വലാഖ് ചൊല്ലി 3 ത്വലാഖും ഒറ്റയടിക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ത്വലാഖ് സംഭവിക്കും. ഈ സ്ത്രീയെ തനിക്ക് ഭാര്യയായി ലഭിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചികിത്സ നടത്തേണ്ടി വരും. ഇയാളുടെ മുൻകോപത്തെ, ഇയാളുടെ ആ എടുത്തുചാട്ടം എന്ന അസുഖത്തെ ശരിക്കും
നല്ല ശക്തമായ ചികിത്സ കൊണ്ട് ചികിത്സിച്ച് മാറ്റേണ്ടതുണ്ട്, അത് അനുഭവിച്ചേ പറ്റൂ എന്നൊക്കെയാണ്. അഥവാ ത്വലാഖ് സംഭവിക്കും എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. എന്നാൽ ഇവിടെ വേറൊരു രസകരമായ വസ്തുതയുള്ളത്, ത്വലാഖ് അതിന്റെ വഴിയെ സംഭവിച്ചാൽ പിന്നെ അത് ഭാര്യയെ അറിയിക്കേണ്ടത് എങ്ങനെയാണ്? SMS അറിയിച്ചാൽ മതിയോ? അതല്ല ഈ ഭർത്താവ് അയാളുടെ പരിവാരങ്ങളും ചണ്ടയും ആനയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് അറിയിക്കണോ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ തീരുമാനമാക്കാതെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിഷമം വേജാറും. ഈ സാധു ഇപ്പോഴും ആ പഴയ ചായ മക്കാനിയുടെ തിണ്ണയിൽ തന്നെയാണ് എന്നാണ് മൂപ്പര വിളിച്ചു പറഞ്ഞത്. ഏതെങ്കിലും ആവട്ടെ. എന്നാൽ 3 ത്വലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ 3ഉം സംഭവിക്കുകയില്ല, ഒന്നേ സംഭവിക്കുകയുള്ളൂ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ ഖുർആനിന്റെ ഈ വ്യക്തമായ അധ്യാപനത്തിന് വിരുദ്ധമാണ്. അള്ളാഹുവിന്റെ പരിധി സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ത്വലാഖ് ചെല്ലേണ്ടത്. എടുത്തു ചാടി ആ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ അത് വലിയ അക്രമം സ്വന്തം നഫ്സിനോടാണ്. മറ്റു സൂറത്തു ത്വലാഖിലെ ആയത്തിൽ പറഞ്ഞത് ഫഖദ് ളലമ നഫ്സഹു, സ്വന്തം നഫ്സിനോടാണ് ദുൽമ കാണിക്കുന്നത്, അക്രമം കാണിക്കുന്നത്. അതിന്റെ ഫലം അതിന്റെ ദൂഷ്യഫലം അനുഭവിക്കേണ്ടി വരും. അഥവാ ത്വലാഖ് സംഭവിക്കും. പിന്നെ തന്റെ ഭാര്യയെ മറ്റൊരാൾ ഉപയോഗിച്ചതിന്റെ ശേഷമേ അവൾ നിനക്ക് ഭാര്യയായി ലഭിക്കുകയുള്ളൂ, അത് അനുഭവിക്കേണ്ടി വരും എന്നാണ് ഖുർആന പറഞ്ഞത്. അഥവാ ഒറ്റ അടിക്ക് 3 ത്വലാഖ് ചൊല്ലിയാൽ സംഭവിക്കും എന്ന് തന്നെയാണ് പഠിപ്പിച്ചത്. അതിന് വിരുദ്ധമാണ്. ഇവിടെ രസകരമായ മറ്റൊരു വസ്തുത ഉള്ളത്, ത്വലാഖ് ചെല്ലേണ്ടുന്ന ശരിയായ രൂപത്തിൽ ഒരു ത്വലാഖ് ചൊല്ലി അതിന്റെ കാലാവധി കഴിയുന്നതിന് മുന്നേ തിരിച്ചെടുക്കുകയോ അങ്ങനെ അതിന്റെ ശരിയായ രൂപത്തിൽ ത്വലാഖ് ചൊല്ലി 3ാമത്തെ ത്വലാഖ് ചെല്ലേണ്ടുന്ന രീതിയിൽ അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ തന്നെയാണ് ഒരാൾ ത്വലാഖ് ചൊല്ലിയതെങ്കിൽ അവന് 3ാമത്തെ ത്വലാഖ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യയെ തിരിച്ചു കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെയ്യണം. അപ്പൊ അവൻ ആവട്ടെ ഈ ത്വലാഖിനെ ഉപയോഗപ്പെടുത്തിയത് അള്ളാഹു കൽപ്പിച്ചതുപോലെ അതിന്റെ ശരിയായ രൂപത്തിലാണ്. മറ്റൊരുത്തൻ അവൻക്ക് നൽകപ്പെട്ട ഈ അവസരം എടുത്തു ചാടി അള്ളാഹുവിന്റെ ആ പരിധികളെ ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ നിർദ്ദേശത്തിനെതിരായും കൊണ്ട് ആ ത്വലാഖിനെ ഉപയോഗപ്പെടുത്തി. ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത് ആ ത്വലാഖ് സംഭവിക്കും, അതിന്റെ ഫലം അവൻ അനുഭവിക്കണം തന്നെയാണ്. ഇവിടെ ഈ കൂട്ടർ പറയുന്നു ഒരു ത്വലാഖേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ആളുകൾ പറയുന്നതിന്റെ ചുരുക്കം എന്താ? അള്ളാഹുവിന്റെ ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അതിർ ലംഘിച്ചുകൊണ്ട് ചെയ്തവൻ അവന് സുഖം ഒരു ത്വലാഖേ പോയിട്ടുള്ളൂ. നിയമപ്രകാരം അതിന്റെ ശരിയായ രൂപത്തിൽ ത്വലാഖ് ചൊല്ലിയവനോ അവൻ ആ പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടി വരും. 3ാമത്തെ ത്വലാഖ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രയാസം അനുഭവിക്കേണ്ടി വരും. ലംഘിച്ചുകൊണ്ട് നിയമത്തെ ലംഘിച്ചുകൊണ്ട് അതിക്രമം കാണിച്ചവനോ അവനക്ക് സുഖമാണ്, അവനക്ക് ഒരു ത്വലാഖേ പോവുള്ളൂ. അഥവാ എന്ത് ചെയ്യാ തിരിച്ചെടുക്കാം, ഇതിന്റെ ആവശ്യമില്ല, ആ ചികിത്സ അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഇത് വാസ്തവത്തിൽ വിചിത്രം എന്നാണ് ചുരുങ്ങിയ ഭാഷയിൽ പറയാൻ കഴിയുള്ളൂ. അപ്പൊ ത്വലാഖ് ഒന്നിച്ചു ചൊല്ലിയാലും അതല്ല ഘട്ടം ഘട്ടമായി 3ാമത്തത് ചൊല്ലിയാലും ഈ പറഞ്ഞതുപോലെയുള്ള നിയമമാണ്, ഒരേ നിയമമാണ്. അഥവാ പിന്നെ മറ്റൊരാൾ വിവാഹം ചെയ്യണം, എന്നിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം, എന്നിട്ട് പിന്നെ ഇയാൾ നിക്കാഹ് ചെയ്യണം എന്നതാണ് അതിന്റെ നിയമം. ഇതാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് ഇജ്മാഉം ഉണ്ട്. അത് യോഗ്യരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പലരും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഇബ്നു അബ്ദുൽ ബർ, ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ തന്റെ ഇസ്തിദ്കാറിൽ പറഞ്ഞത് മാ ഇജ്മാഇഹിം അലാ അന്നഹാ ലാസിമത്തുൽ ലിമൻ നൗഖഅഹ, 3 ത്വലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് ഫുഖഹാഇനിടയിൽ ഏതുണ്ട്? ഇജ്മാ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്തിദ്കാറിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ പറഞ്ഞത് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി പറഞ്ഞു. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് മുതഅത്തിന്റെ നിക്കാഹ് താൽക്കാലിക നിക്കാഹും അതുപോലെ തന്നെ 3 ത്വലാഖ് ചൊല്ലിയാൽ 3 സംഭവിക്കുമെന്ന കാര്യം ലിൽ ഇജ്മാഇല്ലദി ഇൻഅഖദ ഫി അഹദി ഉമർ റളിയല്ലാഹു അൻഹു അലാ ദാലിക, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അത് രണ്ടും തഹരീം, അതായത് മുത്തഅത്ത് താൽക്കാലിക നിക്കാഹ് ഹറാമാണെന്ന വിഷയത്തിലും 3 ത്വലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ അത് 3 സംഭവിക്കുമെന്ന കാര്യത്തിലും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇജ്മാ സംഭവിച്ചിട്ടുണ്ട്. വലാ യഹ്ഫദു അന്ന അഹദൻ ഫി അഹദി ഉമറ ഖാലഫഹു ഫി വാഹിദത്തിൻ മിൻഹുമാ, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് സ്വഹാബത്തിൽപ്പെട്ട ഒരാളും അല്ലെങ്കിൽ ഫുഖഹായിൽപ്പെട്ട ഒരാളും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഈ വിഷയത്തിൽ എതിരഭിപ്രായമുള്ളവരായി രേഖപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഇജ്മാ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയാണ് ഫൽ മുഖാലിഫു ബഅദ ഹാദൽ ഇജ്മാഇ മുനാബിദുൻ ലഹു, ഈ ഇജ്മാ സംഭവിച്ചു, ഇജ്മാ ആ വിഷയത്തിൽ സംഭവിച്ചു കഴിഞ്ഞു, അതിന്റെ ശേഷം പിന്നെ ഒന്നേ പോവുള്ളൂ എന്ന് പറയുന്നവൻ ഇജ്മാഇന് വിരുദ്ധമായി പറയുന്നവനാണ്. അത് വലിയ കുറ്റകരമായ കാര്യവും ആണ്. അപ്പൊ ഖുർആൻ ആ നിലക്ക് പഠിപ്പിച്ചത് കൊണ്ടാണ് പണ്ഡിത ലോകം ഒന്നടങ്കം ആ ഒരു നിലപാട് സ്വീകരിക്കാനുണ്ടായ കാരണവും. മാത്രമല്ല വളരെ വ്യക്തമായി ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട റുക്കാനത്ത് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി.
ത്വല്ലഖ്തുകിൽ ബത്തത്ത എന്നാണ് ത്വലാഖ് ചൊല്ലിയത്. ബത്ത എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ്. അപ്പോ ത്വല്ലഖ്തുകിൽ ബത്തത്ത എന്ന് പറഞ്ഞാൽ മുറിച്ചു കളയുന്ന ത്വലാഖ് ചൊല്ലി എന്നാണ് അപ്പൊ പറയുന്നത്. ത്വലാഖ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മുറിച്ചു കളയലാണ്, ബന്ധം മുറിക്കലാണ്. അപ്പൊ അവിടെ അൽ ബത്തത്ത എന്ന് കൂടി പറഞ്ഞാൽ ഈ മുറിക്കൽ എന്താണ്? ഒരു തലാഖാണെങ്കിലും അതൊരു മുറിക്കലാണ്, രണ്ടാണെങ്കിലും അതൊരു ബന്ധം മുറിക്കലാണ്, മൂന്നാമത്തേതാണെങ്കിൽ അത് ഏതെങ്കിലും മുറിക്കലാണ്. അപ്പൊ ത്വല്ലഖ്തുകി അൽ ബത്തത്ത എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് ഒന്ന് എന്ന് ഉദ്ദേശമാക്കാം, അതൊരു മുറിക്കലാണല്ലോ. രണ്ട് എന്നും ഉദ്ദേശമാക്കാം, അതും മുറിക്കലാണ്. മൂന്ന് എന്നും ആവാം, അതും ആ മുറിക്കലിൽ പെടും. അതുകൊണ്ട് ഏത് എന്ന് ആ ഒരു വാക്കിൽ നിന്ന് വ്യക്തമല്ല. ത്വല്ലഖ്തുകി അൽ ബത്തത്ത എന്നാണ് റുക്കാനത്ത് എന്നവർ പറഞ്ഞത്. ഈ വിഷയം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ റുക്കാനത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ ഞാൻ ഒന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ത്വലാഖ് ചൊല്ലി തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, രണ്ടും മൂന്നൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ത്വല്ലഖ്തുകി അൽ ബത്തത്ത എന്ന് പറഞ്ഞപ്പോ. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കാനത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ്. അല്ലാഹു ആണ് സത്യം, നിങ്ങൾ ഒന്ന് തന്നെയാണോ ഉദ്ദേശിച്ചത്? റുക്കാനത്ത് പറയുന്നു, അല്ലാഹു ആണ് സത്യം നബിയെ, ഞാൻ ഒന്നെന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എങ്കിൽ ഒന്നെന്നെ പോയിട്ടുള്ളോ, തിരിച്ചെടുത്തോളാൻ പറഞ്ഞു. ഇതിൽ നിന്ന് എന്താ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്? റുക്കാനത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്ക് ഒന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് ഒന്ന് പോയി. രണ്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെങ്കിലോ അത് പോവും. അതല്ല മൂന്നാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലോ അത് സംഭവിക്കും എന്നതുകൊണ്ടാണല്ലോ ഒന്നെന്നല്ലേ ഉദ്ദേശിച്ചത് സത്യമായിട്ടും എന്നൊക്കെ ചോദിക്കുന്നത്. എങ്ങനെയായാലും ത്വല്ലഖ്തുകി അൽ ബത്തത്ത എന്ന് പറഞ്ഞാൽ മൂന്ന് ഉദ്ദേശിച്ചാലും രണ്ട് ഉദ്ദേശിച്ചാലും ഒന്ന് ഉദ്ദേശിച്ചാലും ഒന്ന് തന്നെ സംഭവിക്കുള്ളൂ. എങ്കിൽ പിന്നെ അവിടെ ആ സത്യം ചെയ്ത് പറയിപ്പിച്ചാലും ഒരു അർത്ഥമല്ലല്ലോ, വെറുതെ ഒരു പ്രവൃത്തിയാണല്ലോ അതൊരിക്കലും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ സത്യം ചെയ്ത് പറയിപ്പിച്ചതിൽ നിന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നു, ഒന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഒന്ന് പോയത് എന്ന് പറഞ്ഞത്. എന്നാൽ മൂന്നും ഉദ്ദേശിച്ചുകൊണ്ട് ഒറ്റയടിക്ക് പറഞ്ഞാലോ മൂന്നും സംഭവിക്കും. അപ്പൊ മൂന്ന് ത്വലാഖ് ഒന്നിച്ച് ചൊല്ലിയാൽ അത് മൂന്നും സംഭവിക്കും. പക്ഷെ അൽ ബത്തത്ത എന്ന് പറയുന്നിടത്ത് സാധ്യതകളുണ്ട്. അവിടെ ഏതാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു, ഒന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദും മറ്റും ഒക്കെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായ റിപ്പോർട്ടാണ്. അത് പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും. പിന്നെ രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ്, മൂന്നും സംഭവിക്കും എന്ന വിഷയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ബഹുമാനപ്പെട്ട ഇമാം അബൂ യാല തന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റജുലിൻ ത്വല്ലഖ ഇംറഅതഹു അൽ ബത്തത യാനി സലാസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഇനിയിപ്പോ അവിടെ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി തന്നെ കിട്ടാൻ പോവുകയാണ്. പിന്നെ അവിടെ മറ്റ് സംശയങ്ങൾക്കിടയില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെട്ടു ഒരു ആളെ സംബന്ധിച്ച്, അയാളുടെ ഭാര്യയെ മൂന്ന് അൽബത്തത്ത നേരത്തെ ദുർഖാനത്ത് അവരുടെ ഹദീസിൽ പറഞ്ഞതുപോലെ ത്വല്ലഖ്തുകി അൽ ബത്തത്ത എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന യാനി സലാസൻ മൂന്ന് ഉദ്ദേശിക്കുന്ന അൽബത്താണ്. മൂന്ന് തലാഖും പോയി എന്ന ഉദ്ദേശമാക്കിയും കൊണ്ട് തന്നെയാണ് എന്താക്കുന്നത് ഇങ്ങനെ ഒരാൾ പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു? ഫതസവ്വജത്. അപ്പൊ സംഭവിക്കുമല്ല എന്നാണ് പറയേണ്ടത്. മൂന്ന് തലാഖും കൂടി ഒന്നിച്ചാണ് ഇവിടെ ചെല്ലുന്നത്. അങ്ങനെ ചെല്ലിയാൽ മൂന്ന് പോകുമോ സംഭവിക്കുമോ, അതല്ല ഒന്നാണോ സംഭവിക്കുക? റസൂലുള്ളാഹി തങ്ങളോട് വീണ്ടും വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഫതസവ്വജത്. അങ്ങനെ മൂന്ന് തലാഖ് ചെല്ലി എന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പിന്നീട് മറ്റൊരാളെ വിവാഹം ചെയ്തു. പക്ഷേ ഫതല്ലഖഹ, ആ രണ്ടാമത്തെ ആൾ ഇവളെ തലാഖ് ചൊല്ലി ഖബല യദ്ഖുല ബിഹാ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല. അത് വേണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതർജിഉ ഇലൽ അവ്വലി, ആദ്യത്തെ ആൾക്ക് പിന്നെ ഈ സ്ത്രീ ഹലാലാകുമോ? ഇതാണ് ചോദ്യം. അപ്പോ മൂന്ന് ത്വലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ അത് സംഭവിക്കും. മൂന്നും സംഭവിക്കുമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരാളെ വിവാഹം ചെയ്യണം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം, എന്നിട്ടേ ഇയാൾക്ക് അനുവദനീയമാവും. അതല്ല ഒന്നേ പോവുള്ളൂ എന്നുണ്ടെങ്കിലോ, മൂന്നെണ്ണം ഒന്നിച്ചു ചെല്ലിയാൽ ഒന്നേ സംഭവിക്കുള്ളൂ എന്നുണ്ടെങ്കിലോ, എന്നാ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, തിരിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇവിടെ എന്താണ് ഇതിന്റെ നിയമം? ഈ സ്ത്രീക്ക് മറ്റേ രണ്ടാമത്തെ ഭർത്താവുമായി വിവാഹം ചെയ്തെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഈ സ്ത്രീക്ക് ആദ്യത്തെ ഭർത്താവിലേക്ക് തിരിച്ചു പോവാൻ, അഥവാ ആദ്യത്തെ ഭർത്താവിന് നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പറ്റില്ല. ഹത്താ യദൂക മിൻ ഉസൈലതിഹാ മാദാക സാഹിബുഹു, ഈ സ്ത്രീ രണ്ടാമത്തെ ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ശേഷമേ ആദ്യത്തെ ആൾക്ക് ഹലാലാവുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താ?
എന്തപ്പാ പറഞ്ഞത്? 3 ത്വലാഖ് ഒന്നിച്ച് ചൊല്ലിയാൽ ഓരോ ത്വലാഖ് അതിൻ്റെതായ നിയമം പ്രകാരം ചെയ്തുകൊണ്ട് 3-ാമത്തെ ത്വലാഖ് ചൊല്ലിയാൽ എന്താണോ നിയമം അതേ പ്രകാരം തന്നെയാണ് 3 ത്വലാഖ് ഒന്നിച്ച് ചൊല്ലിയാലും. അഥവാ മറ്റൊരാൾ വിവാഹം ചെയ്തുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ശേഷമേ ആദ്യത്തെ ഭർത്താവിന് ഹലാലാവുകയുള്ളൂ. രണ്ടിന്റെയും നിയമം ഒന്ന് തന്നെയാണ്. അഥവാ 3 ഘട്ടം ഘട്ടമായി ചൊല്ലിയാൽ 3-ാമത്തെ ത്വലാഖിന്റെ നിയമം തന്നെയാണ് 3 ത്വലാഖും കൂടി ഒന്നിച്ച് ചൊല്ലിയാലും ഉണ്ടാവുക. എന്നല്ലാതെ 3 ത്വലാഖ് ഒന്നിച്ച് ചൊല്ലിയാൽ 1 ത്വലാഖേ സംഭവിക്കൂ എന്നതല്ല ശരി. അത് യഥാർത്ഥത്തിന് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയാണ്. ഇമാം അബൂ യഅല ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു. ഈ ഹദീസ് തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും റിപ്പോർട്ടുണ്ട്. അതിന്റെ സനദ് ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഏതെങ്കിലും ആവട്ടെ, ആ ഹദീസിന്റെ സനദ് ഏറ്റവും യോഗ്യമാണ്. യാതൊരു തകരാറും ആ സനദിനില്ല. വളരെ ശക്തവും സിഹത്തുമുള്ള ഹദീസാണ് ഇത്. യാതൊരു തകരാറും അതിന് ഉദ്ധരിക്കാൻ ആർക്കും സാധ്യവും അല്ല. അത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇത് നോക്കാൻ എളുപ്പത്തിന് വേണ്ടി മുസ്നദിൽ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ മസാനീദുകളിലെ അവസാനത്തെ ഹദീസാണിത്. അപ്പൊ നോക്കാൻ വളരെ എളുപ്പമുണ്ട്. ഈ നിലപാട് നേരത്തെ നാം പറഞ്ഞു. എന്ത് ഇജ്മാ ഉണ്ട് ഈ വിഷയത്തിൽ? സഹാബത്തിന്റെ ഉമർ റളിയല്ലാഹുവിന്റെ കാലം മുതൽക്ക് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി സഹാബത്തിൽ നിന്ന് പലരുടെയും ഫത്വ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ, അബൂ ഹുറൈറ, മുഗീറത്ത് ഇബ്നു ശുഅബ തുടങ്ങി ഈ സഹാബിമാരെ തൊട്ടൊക്കെയും 3 ത്വലാഖ് ഒന്നിച്ച് ചൊല്ലുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ 3ഉം ഒന്നിച്ച് സംഭവിക്കും എന്ന് ഫത്വ കൊടുത്തത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആധികാരികമായി രേഖപ്പെട്ടിട്ടുണ്ട്. ഇമാം ഇബ്നു അബി ഷൈബ തന്റെ മുസന്നഫിലും, ഇമാം അബ്ദുർ റസാഖ് സന്നാനി അവിടുത്തെ മുസന്നഫിലും, അതുപോലെ ഇമാം ബൈഹഖി തുടങ്ങിയുള്ള ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെയും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ മറ്റൊരു വിഷയമുള്ളത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി തൊട്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി തൊട്ട് 2 റിപ്പോർട്ടുണ്ട്. അതിൽ താവൂസ് എന്നവർ ഈ വിഷയത്തിൽ എതിരഭിപ്രായക്കാരനാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരുടെ ശിഷ്യനായ താവൂസ് എന്നവർ ഈ വിഷയത്തിൽ 1 സംഭവിക്കുമെന്ന നിലപാടുകാരനാണ്. വാസ്തവത്തിൽ അത് ആ സഹാബത്തിൽ എണ്ണി പറയപ്പെട്ടവരുടെയും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ആധികാരികമായി വന്നിട്ടുള്ള പല റിപ്പോർട്ടുകൾക്കും അത് വിരുദ്ധവും ആണ്. അതുകൊണ്ട് താവൂസ് എന്നവരുടെ അഭിപ്രായം ആ റിപ്പോർട്ട് സ്വീകരിക്കപ്പെടുന്നതല്ല എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അഥവാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരെ തൊട്ട് അവിടുത്തെ ശിഷ്യന്മാരിൽ വളരെ പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ഹാരിസ്, അതാ, മുജാഹിദ് ഇബ്നു ജബർ, അംർ ഇബ്നു ദീനാർ, മുഹമ്മദ് ഇബ്നു ഇയാസ് ഇബ്നു ബുക്കൈർ, മുആവിയത്ത് ഇബ്നു അബി അയ്യാഷ് അൽ-അൻസാരി, ഇവരൊക്കെയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരുടെ നേരെ ശിഷ്യന്മാരാണ്. താവൂസ് എന്നവരെ പോലെ ഇവരൊക്കെയും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് 3 ത്വലാഖും ഒന്നിച്ചു പോകും എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ താവൂസ് എന്നവർ മാത്രമാണ് 1 പോകുള്ളൂ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ആ റിപ്പോർട്ട് ഷാദാണ്, അത് അംഗീകരിക്കപ്പെടാൻ പറ്റുന്നതല്ല എന്നാണ് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറയാൻ യോഗ്യരായ ഉലമാവ് പറയുന്നത്. എന്നല്ല, താവൂസ് എന്നവരെ തൊട്ട് തന്നെ മറ്റൊരു റിപ്പോർട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഇദാ സുഇല അൻ റജുലിൻ യുതല്ലിഖു ഇംറാഅതഹു സലാസൻ, 3 ത്വലാഖും ഭാര്യയെ ചൊല്ലുന്ന 3 ത്വലാഖ് ചൊല്ലുന്ന ആളെ സംബന്ധിച്ച് ചോദിച്ചാൽ ഖാല ലവിത്തഖൈതല്ലാഹ ജഅലക മഖ്റജൻ ലാ യസീദു അലാ ദാലിക, അല്ലാഹു നിനക്ക് അനുവദിച്ച അവസരം അത് അല്ലാഹുവിന്റെ നിയമപ്രകാരം ചെയ്യേണ്ടതാണ്. അങ്ങനെ നീ ചെയ്യേണ്ടിയിരുന്നത്. അത് നീ ചെയ്തില്ല. അതുകൊണ്ട് ഏതില്ല, വഴി വേറെ വഴിയൊന്നുമില്ല, അതിന്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. ഇതല്ലാതെ വേറൊന്നും പറയാറില്ല. അഥവാ 3 ത്വലാഖും പോയി ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം എന്നതല്ലാതെ കൂടുതലൊന്നും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ പറയില്ല. അഥവാ വേറെ വഴിയൊന്നുമില്ല എന്നർത്ഥം. ഇത് താവൂസ് എന്നവർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ശിഷ്യന്മാർ ഒന്നടങ്കം താവൂസ് അടക്കം തന്നെ 3ഉം പോകുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ചില റിപ്പോർട്ടിൽ താവൂസ് എന്നവർ തിരിച്ചും വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും യോജിക്കുന്ന റിപ്പോർട്ടിനാണ് പ്രബലം, മറ്റത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് പണ്ഡിത നിലപാട്. എന്നാൽ ഈ സഹാബത്ത്, എണ്ണി പറയപ്പെട്ട സഹാബത്ത് അടക്കമുള്ള പണ്ഡിത ലോകത്തിന്റെ ഒന്നാകെ നിലപാടിന്റെ വിരുദ്ധമായി താവൂസ് എന്നവർ സ്വീകരിച്ച നിലപാട്, അതല്ലെങ്കിൽ പിന്നെ ഹജ്ജാജ് ഇബ്നു അർത്താത്ത്, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് തുടങ്ങി ചില പണ്ഡിതന്മാരും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ മദ്ഹബുൻ ദഈഫുൻ മഹ്ജൂറുൻ ഇൻദ ജംഹൂറുൽ ഉലമാ, പണ്ഡിത ലോകത്ത് അത് അംഗീകരിക്കപ്പെടാവുന്നതല്ല, ദുർബലമാണ്. വശദ്ദ താവൂസു
ബഅദു അഹ്ലിൽ ളാഹിരി. ഇമാം ഖുർത്തുബി പറയുന്നു താവൂസിന്റെ അഭിപ്രായം ഒറ്റപ്പെട്ടു പോയതാണ്. ഇമാം ഇബ്നു അബ്ദുൽ ബർ മറ്റു പല പണ്ഡിതന്മാരും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പരിഗണിക്കപ്പെടാൻ പറ്റില്ല. ഇജ്മാ അപ്പുറത്ത് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. 3 ചൊല്ലിയാൽ 3 സംഭവിക്കുമെന്ന കാര്യത്തിൽ. ഇതാണ് പണ്ഡിത ലോകം ആ വിഷയത്തിൽ വിശദീകരിച്ചത്. മാത്രമല്ല ഹജ്ജാജ് ഇബ്നു അർത്താത്ത് എന്ന് പറയുന്ന അതുപോലെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇവർ ഫുഖഹായിൽ എണ്ണപ്പെടുന്ന ആളുകളല്ല, അവർ ഹദീസിന്റെ റിപ്പോർട്ടർമാർ മാത്രമാണ്. ഹജ്ജാജ് ഇബ്നു അർത്താത്ത് ഹദീസിൽ തന്നെ അത്ര പ്രബലനുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടുകളൊന്നും ഇജ്മാഇനെ തടസ്സം ചെയ്യുന്ന തരത്തിൽ ശക്തമല്ല. അതൊക്കെ ദഈഫാണ്, ഒഴിവാക്കപ്പെട്ടതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞത്. എന്നാൽ നേരത്തെ പറഞ്ഞ റുക്കാനത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ തൊല്ലക്തുക്കി അൽ ബത്തത്ത എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം ചെയ്ത് ചോദിച്ചു എന്താണ് ഉദ്ദേശിച്ചത്, ഒന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് സത്യം ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് 1 എന്ന് വെച്ചത്. അല്ലല്ല, കൂടുതൽ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കുമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ ആ സംഭവത്തിൽ തന്നെ മറ്റൊരു റിപ്പോർട്ട് തൊല്ലക്തുക്കി അൽ ബത്തത്ത എന്നല്ല, മറ്റൊരു റിപ്പോർട്ടുള്ളത് 3 തലാഖും ചൊല്ലി എന്നാണ് പറഞ്ഞത് എന്നും അപ്പോൾ 1 പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇമാം ബൈഹഖി പറഞ്ഞത് വഹാദൽ ഇസ്നാദു ലാ തഖൂമു ബിഹിൽ ഹുജ്ജത്തു, ആ ഇസ്നാദ് തെളിവിന് പറ്റുന്നതല്ല, ആ ഇസ്നാദ് തെളിവിന് പറ്റുന്നതല്ല. കാരണം തൊല്ലക്തുക്കൽ ബത്തത്ത എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് ഏറ്റവും പ്രബലമായ റിപ്പോർട്ട്. ഇമാം അബൂദാവൂദ് പറയുന്നു അന്ന റുക്കാനത്ത് തൊല്ലക്കം റാത്തുൽ ബത്തത്ത ഫറദ്ദഹ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വഹു. അൽബത്തത്ത എന്ന തൊല്ലക്തുക്കി അൽബത്തത്ത എന്ന് ചൊല്ലി എന്ന റിപ്പോർട്ടാണ് ഏറ്റവും വലിയ പ്രബലമായ സിഹത്തുള്ളത്. ലിഅന്ന വലദർ റജുലി വഅഹ്ലുഹു അലമു ബിഹി, കാരണം അതിനാണ് പ്രബലത റിപ്പോർട്ടിലും ഉള്ളത്. അതിന് പുറമെ ആ സംഭവം അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് റുക്കാനത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളും സഹോദരന്റെ മക്കളൊക്കെ തന്നെയാണ്. അപ്പൊ അവരുടെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്, അവരുടെ കുടുംബത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ്. അതെന്തായിരുന്നു എന്ന് അവർക്കാണ് കൂടുതൽ അറിയുക. ആ രൂപത്തിലും അത് കാരണം കൊണ്ടും അതിനാണ് പ്രബലത കൂടുതലുള്ളത്. ഈ പറയുന്ന റിപ്പോർട്ട് തെളിവിന് മതിയായതല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി പറഞ്ഞത്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ തന്റെ ഇസ്തിസ്കാറിൽ പറഞ്ഞത് ഹാദാ ഹദീസും മുൻകറുൻ ഖതഉൻ, ഈ 3 തലാഖ് ചൊല്ലി എന്ന 1 പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്ന റിപ്പോർട്ട് അത് മുൻകറാണ്, ഖതഉമാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉസൂൽ അറിയുന്ന ആളുകൾക്ക് അറിയാം, ലൈഫിൽ വളരെ നിലവാരം കുറഞ്ഞതിനാണ് മുൻകർ എന്ന് പറയുക. എന്നല്ല അത് ഖതആണ്, പിഴവാണ്, തെറ്റ് സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് ഇമാം ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞത്. അദ്ദേഹം തുടർന്ന് പറയുന്നു വൈന്നമാ തൊല്ലക്ക റുക്കാനത്തു സൗജത്തഹു അൽ ബത്തത്ത, റുക്കാനത്ത് എന്നവർ തൊല്ലക്തുക്കി സലാസ എന്നല്ല പറഞ്ഞത്, തൊല്ലക്തുക്കി അൽ ബത്തത്ത എന്നാണ് പറഞ്ഞത്. ലാ കദാലിക, ഈ റിപ്പോർട്ടിൽ 3 ചൊല്ലി എന്ന് പറഞ്ഞതുപോലെയല്ല. കാരണം റവാഹു സിഖാത്തു അഹ്ലു ബൈത്തി റുക്കാനത്തുൽ ആലിമൂന ബിഹി, ആ തൊല്ലക്തുക്കി അൽ ബത്തത്ത എന്നാണ് പറഞ്ഞത് എന്ന് അത് വിശ്വസ്തരായ യോഗ്യരായ ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ആര്? അഹ്ലു ബൈത്തി റുക്കാനത്ത അൽ ആലിമു, റുക്കാനത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാര്, വീട്ടുകാര്, അവരവരുടെ വീട്ടിൽ നടന്ന സംഭവമാണ് പറയുന്നത്. അപ്പൊ അതിനാണ് കൂടുതൽ പ്രബലതയുള്ളത്. അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാവുന്ന ശക്തി ഈ റിപ്പോർട്ടിനില്ല. അതുകൊണ്ട് അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ ഇബ്നു തൈമിയ്യ അവിടെ നമ്പറുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. മൂപ്പര് പറയണത് തൊല്ലക്തുക്കിയ സലാസൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് മുന്തിക്കപ്പെടേണ്ടത്. ബിത്തിഫാഖി അഹ്ലിൽ മാരിഫത്തി, വിവരമുള്ള ആളുകളൊക്കെ ആ വിഷയത്തിൽ ഇത്തിഫാഖാണെന്നാണ് മൂപ്പര് പറയുന്നത്. ഈ ഇമാം അബൂദാവൂദ്, ഇമാം ബൈഹഖി, ഇമാം ഇബ്നു അബ്ദുൽ ബർ തുടങ്ങിയുള്ള പണ്ഡിതന്മാരൊക്കെ മാറ്റി നിർത്തിയും കൊണ്ട് വിവരമുള്ളവർ എന്ന് പറഞ്ഞത് കൊണ്ട് മൂപ്പര് ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നല്ല മൂപ്പര് പറഞ്ഞു ലാക്കിൻ ഹാദിഹി ത്വരീഖു ലം തബ്ലു അക്സറുൽ ഉലമാ, അധിക പണ്ഡിതന്മാരും ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടല്ല എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. എന്നാൽ പണ്ഡിതന്മാർ ആ കണ്ടിട്ടുണ്ട്, അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 3 ചൊല്ലിയാൽ 3 ഒന്നിച്ച് പോകുമെന്ന കാര്യത്തിൽ ഇബ്നു തൈമിയ്യക്ക് എതിരഭിപ്രായമല്ല. അപ്പൊ പിന്നെ അതിനെന്തെന്നാ പറയാ? മൂപ്പരപ്പ അവിടെ പറഞ്ഞത് അത് അവരെ ആൾക്കാർ എടുത്തു ചാടിയും കൊണ്ട് ചെല്ലുന്നത് കണ്ടപ്പോ അവർക്കൊരു ശിക്ഷ നടപ്പിലാക്കിയതാണ് എന്നാ പറഞ്ഞത്. 3 പോയിട്ടൊന്നല്ല, പക്ഷെ അവർക്കൊരു ശിക്ഷ നടപ്പിലാക്കിയതാണ്. എന്ത് 3 പോകുമെന്ന് പറഞ്ഞത്? ഒരു ഭരണാധികാരി ആളുകളുടെ അടുത്ത് തെറ്റ് കാണുമ്പോൾ ശിക്ഷിക്കാൻ പല മാർഗം ഉണ്ടാവും. എന്നാ ശിക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി തങ്ങളൊക്കെ പഠിപ്പിച്ച ഒരു നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ടാണോ ശിക്ഷിക്കല്? നിയമത്തെ മാറ്റിക്കൊണ്ട് ശിക്ഷിക്കോ? അപ്പൊ ആ പറയുന്നതൊക്കെ പണ്ഡിത ലോകത്തിന്റെ നിലപാടിന് വിരുദ്ധമാണ്. അത് അർഹിക്കുന്ന അവഗണനയോട് തള്ളാം.
എന്നല്ല ഇവിടെ ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി മറ്റൊരു വിഷയം പറയുന്നത് ഈ തൊല്ലക്തുക്കി അൽ ബത്തത്ത എന്ന റിപ്പോർട്ട് തന്നെയാണ് സ്ഥിരപ്പെട്ടത്. എന്നാൽ ചില റിപ്പോർട്ടിൽ തൊല്ലക്തുക്കി സലാസൻ എന്നാണെന്ന് ചില റാവിമാർ പറയാൻ, അതിന്റെ മറ്റൊരു റിപ്പോർട്ടർ പറയാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ ഈ തൊല്ലക്തുക്കി അൽ ബത്തത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സംഭവിക്കുന്നതാണ്. 3 ഉദ്ദേശം 3 സംഭവിക്കുമെന്നതാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ തൊല്ലക്തുക്കി അൽ ബത്തത്ത എന്ന് പറഞ്ഞാൽ അവിടെ എന്തുദ്ദേശിച്ചാലും ശരി 3 തന്നെ പോകുമെന്ന് പറയുന്നവരാ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഉമർ എന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെ തൊല്ലക്തുക്കി അൽ ബത്തത്ത എന്ന് പറഞ്ഞാൽ 3 സംഭവിക്കുമെന്ന് പറയുന്ന നിലപാടുകാരാണ്. അപ്പോ അത് വെച്ചുകൊണ്ട് അതിൽ നിന്ന് റാവി മനസ്സിലാക്കി തൊല്ലക്തുക്കി അൽ ബത്തത്ത എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. അപ്പോ ആ അർത്ഥത്തിൽ എന്ത് ചെയ്തു, ആ റാവി മറ്റൊരു പദം പ്രയോഗിച്ചതാണ് തൊല്ലക്തുക്കി സലാസ് എന്നാണ് പറഞ്ഞത്. അഥവാ തൊല്ലക്തുക്കിൽ ബത്തത്ത എന്ന് പറഞ്ഞാൽ 3 തന്നെയാണല്ലോ അർത്ഥം. അങ്ങനെ ആ അർത്ഥത്തിൽ താൻ ഒരു വാക്ക് ഉപയോഗിച്ചു എന്നല്ലാതെ ആ അർത്ഥത്തിൽ റാവി ഉപയോഗിച്ചതാണ് എന്നും അതിനെ സംബന്ധിച്ച് പറയുന്നത് ഏതെങ്കിലും ആവട്ടെ. അല്ലെങ്കിൽ തന്നെയും ഈ തൊല്ലക്തുക്കി അൽ ബത്തത്ത എന്ന റിപ്പോർട്ടിനോട് കടപിടിക്കാവുന്ന ശക്തി അതിനില്ല. മറ്റൊരു വിഷയം ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് തൊല്ലക്തുക്കി സലാസൻ എന്ന ഈ റിപ്പോർട്ട് കൊണ്ടുവരുന്നത് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്, ദാവൂദ് ബിൻ ഹുസൈൻ എന്നവരെ തൊട്ടാണ്. ദാവൂദ് ബിൻ ഹുസൈൻ ഇക്രിമ എന്നവരെ തൊട്ടാണ്. ഇക്രിമ എന്നവർ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് എന്നവരെ തൊട്ട്. എന്നാൽ ഈ ദാവൂദ് ബിൻ ഹുസൈൻ, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്നവര് മുദല്ലിസാണ്, അറിയപ്പെട്ട മുദല്ലിസാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടിൽ ഹദ്ദസനി ദാവൂദ് ബിൻ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഇമാം അബൂയാല റിപ്പോർട്ട് ചെയ്തിട്ട് ദാവൂദ് ബിൻ ഹുസൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ആവട്ടെ, അതുകൊണ്ട് മാറ്റിവെക്കാം. എന്നാൽ തന്നെ ദാവൂദ് ബിൻ ഹുസൈൻ ആള് വലിയ ആളൊക്കെ തന്നെയാണ്. പക്ഷെ ദാവൂദ് ബിൻ ഹുസൈൻ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്താൽ ആ റിപ്പോർട്ട് മുൻകറാണ് എന്ന് പണ്ഡിത ലോകത്ത് പ്രഗത്ഭരായ പലരും പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത് തൊല്ലക്തുക്കി സലാസൻ എന്ന ആ റിപ്പോർട്ട് 3 തലാഖും ചൊല്ലി എന്നാണ് റുക്കാനത്ത് പറഞ്ഞത് എന്ന ആ റിപ്പോർട്ട് ചെയ്യുന്നത് ദാവൂദ് ബിൻ ഹുസൈൻ ഇക്രിമ എന്നവരെ തൊട്ടാണ്. എന്നാൽ ദാവൂദ് ബിൻ ഹുസൈൻ ഇക്രിമനെ തൊട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകൾ മുൻകറാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അലി ഇബ്നുൽ മദീനി, അത് അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഹദീസിന്റെ ലോകത്ത് വളരെ പ്രഗത്ഭനായ നെടുന്തൂണാണ്. അതുപോലെ തന്നെ ഇമാം അബൂ ദാവൂദ് ഒക്കെ പറഞ്ഞത് കാണാം. അതും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണെന്നർത്ഥം. ഇപ്പോ ഈ 2 റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ 2 രൂപത്തിൽ ആ വിഷയത്തിൽ റിപ്പോർട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അതിനാണ് ഇൽത്തിറാബ് എന്ന് പറയുക. 2 തരത്തിൽ ആ സംഭവത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് ഇൽത്തിറാബ് ഉണ്ട് എന്ന് പറയാം. ഇൽത്തിറാബ് ഉണ്ട് ആ വിഷയത്തിൽ എന്ന് ഇമാം ബുഖാരി പറഞ്ഞതായിട്ട് ഇമാം തുർമുദി ഉദ്ധരിക്കുന്നത് കാണാം. ഇൽത്തിറാബ് ഉണ്ട്. പക്ഷെ ഇൽത്തിറാബിന്റെ നിയമം എന്താണ്? ഇൽത്തിറാബ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പരിശോധിക്കേണ്ടത് ഒന്നിനേക്കാൾ മുൻഗണന തെർജീഹ് നൽകാൻ പറ്റുന്ന മാർഗങ്ങളുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അതുണ്ട് എന്നല്ല ഇമാം അബൂ ദാവൂദ് ഒക്കെ പറഞ്ഞതനുസരിച്ച് തൊല്ലക്തുക്കി അൽ ബത്തത്ത എന്ന റിപ്പോർട്ടിനാണ് പ്രബലത കൂടുതലുള്ളത്. അതുകൊണ്ട് അതിനാണ് മുൻഗണന. മറ്റേ റിപ്പോർട്ട് ഷാദാണ്, മുൻകറാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തിന്റെ ആദ്യ കാലങ്ങളിലും 3 തലാഖ് ഒന്നായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞതായി മറ്റൊരു ഹദീസ്. ആ 3 തലാഖ് ഒന്നല്ലേ എന്ന അവരുടെ ഒക്കെ കാലത്തുണ്ടായിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എല്ലാവരും കൂടി മാറ്റിമറിച്ചത് എന്ന് അർത്ഥം വരൂലേ? അപ്പോ അതൊരിക്കലും വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 2-3 പ്രധാനപ്പെട്ട മറുപടികളാണ് ആ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, റസൂലുള്ളാഹി തങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ ഒരു 3 തലാഖ് ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ പറയുന്നത് ഇന്ന് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന തൊല്ലക്തുക്കി സലാസൻ 3 തലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നേ പോയിട്ടുള്ളൂ എന്നല്ല ആ പറയുന്നത്. മറിച്ച് ആ കാലങ്ങളിലൊക്കെ ജനങ്ങൾ 3 തലാഖ് ചെല്ലാമെങ്കിലും അത് അതിന്റെ വഴിയെ തന്നെ ചെയ്തിരുന്നുള്ളൂ. ഒന്നായിട്ട് തന്നെ ചൊല്ലിയിരുന്നുള്ളൂ. ഈ 3 കൂടി ഒന്നിച്ച് ചെല്ലുന്ന ഏർപ്പാട് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അക്കാലത്തൊക്കെ അതിന്റെ ശരിയായ രൂപത്തിൽ തന്നെയാണ് ചെയ്യുകയാണെങ്കിൽ ചെയ്തിരുന്നുള്ളൂ എന്നാണ് ആ പറഞ്ഞത്. എന്നല്ലാതെ 3 ഒന്നിച്ച് ചൊല്ലിയാൽ ഒന്നേ പോവുള്ളൂ എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. അതിനെ ശക്തിപ്പെടുത്തുന്നതാണ് ചില റിപ്പോർട്ടുകളിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജനങ്ങൾ ഇസ്താജലൻ നാസു ഫി അംറിൻ കാനത് ലഹും ഫീഹി അനാഅത്തുൻ, ജനങ്ങൾ ഇപ്പൊ തിരക്ക് പിടിച്ചുകൊണ്ട് എടുത്തു ചാടി 3 ഒന്നിച്ച് ചെല്ലുന്ന ഒരവസ്ഥയായിട്ടുണ്ട്. അങ്ങനെ അല്ലല്ലോ അവർ ചെയ്യേണ്ടിയിരുന്നത്. സാവകാശം ചെയ്യേണ്ടുന്ന കാര്യമാണല്ലോ. ഒന്ന് ചൊല്ലി കാത്തിരുന്ന് തിരിച്ചെടുക്കണമെങ്കിൽ തിരിച്ചെടുത്ത് വേണമെങ്കിലല്ല ചെയ്യാൻ പാടുള്ളൂ. ആ വിഷയത്തിൽ അങ്ങനെ ചെയ്യേണ്ടുന്ന വിഷയത്തിൽ ജനങ്ങൾ എടുത്തു ചാടി ചെയ്യുന്നു
അതുകൊണ്ട് എടുത്തു ചാടി 3 ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് 3 പോകും എന്നാണ് ഉമറുല്ലാഹുവിന് പറഞ്ഞത്. അപ്പൊ ഈ തിരക്ക് പിടിച്ചുകൊണ്ട് എടുത്തു ചാടി ചെയ്യുന്ന ഒരു സ്വഭാവം ജനങ്ങളിൽ കാണുന്നു, അതുകൊണ്ട് 3 പോകുമെന്ന് ഉമറുല്ലാഹുവിന് തന്റെ കാലത്തുള്ള ജനങ്ങളെ സംബന്ധിച്ച് പറയണമെങ്കിൽ ആ പ്രവൃത്തി മുൻകാലത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം. ആ പ്രവൃത്തി മുൻകാലത്തുണ്ടെങ്കിൽ ഇപ്പൊ ജനങ്ങൾ തിരക്ക് പിടിച്ച് എടുത്തു ചാടി 3 കൂടി ചെല്ലണ് കാണുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥമല്ലല്ലോ. അപ്പോ ആ ആദ്യകാലങ്ങളിലൊന്നും അങ്ങനെ ഒരു പ്രവൃത്തി 3 കൂടി ഒന്നിച്ച് ചെല്ലുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്നല്ലാതെ 3 കൂടി ഒന്നിച്ച് ചെല്ലിയാ ഒന്നേ പോകുള്ളൂ എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇനി അതല്ല ത്വലാഖ് 3 ചൊല്ലിയിരുന്നു എന്നാണ് അർത്ഥം സമ്മതിക്കുക എന്നാൽ തന്നെ ഈ പറയുന്ന രൂപമല്ല. ഇമാം നവവി തന്റെ ശർഹ് മുസ്ലിമിലൊക്കെ പറഞ്ഞത് അന്തിത്താലിക്കുൻ 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 എന്ന് 3 വട്ടം പറഞ്ഞാൽ ഇത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് 3 എണ്ണം ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. അത് തഅ്കീദായിരുന്നു, ഇസ്തിഗ്നാഫ് ഇസ്തഹ്സീസ് അല്ല. അഥവാ നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ സാധാരണ ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ പോയി എന്നിങ്ങനെ ആവർത്തിച്ച് പറയും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ 2 വട്ടം പോയി എന്നല്ല, 1 വട്ടം പോയ വിഷയത്തെ തഅ്കീദ് ചെയ്തുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും പറയുന്നത് സാധാരണ പറയാറുണ്ട്. അപ്പൊ അന്തിത്താലിക്കുൻ എന്ന പ്രയോഗം തലാഖിന് ഉപയോഗിക്കുന്ന ഈ പ്രയോഗം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ 3 വട്ടം പറഞ്ഞാലും 2 വട്ടം പറഞ്ഞാലും അതൊക്കെ ജനങ്ങൾ ആ 1 വട്ടം തലാഖ് ചൊല്ലിയതിനെ ഉറപ്പിക്കാൻ വേണ്ടി എടുത്തു പറയുന്ന ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രയോഗമാണ് ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജനങ്ങളുടെ പ്രയോഗം, സംസാരത്തിലുള്ള പ്രയോഗങ്ങളിലൊക്കെ പിന്നീട് മാറ്റങ്ങൾ വന്നപ്പോൾ അത് 3 ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് മാറ്റങ്ങൾ വന്നതുകൊണ്ട് അവിടെ 3 തന്നെ സംഭവിക്കും എന്നാണ് ഉമറുല്ലാഹുവിന പറഞ്ഞത് എന്നാണ് അതിനെ സംബന്ധിച്ച് ഇമാം നവവി ശർഹ് മുസ്ലിമിൽ പറഞ്ഞത്. ഇനി ഇതൊന്നും അല്ല എന്ന് കൂട്ടുക, ഇത് അങ്ങനെ തന്നെ ഒന്നായിരുന്നു സംഭവിച്ചിരുന്നുള്ളത്, അല്ല 3 ചൊല്ലിയ ഒന്നേ സംഭവിച്ചിരുന്നുള്ളൂ എന്ന് തന്നെയാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കുക. എന്നാൽ തന്നെ നേരത്തെ പറഞ്ഞ സഹാബത്ത് ഒന്നടങ്കം അതിനെതിരായി ഫത്വ കൊടുക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഇബ്നു അബ്ബാസ് എന്നവരെ തൊട്ടാണ് തന്റെ ശിഷ്യന്മാരായ 5-8 ആളുകൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നു ഇബ്നു അബ്ബാസ് എന്നവർ 3 പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോ ആ നിലക്ക് സഹാബത്തിന്റെ ഏകോപിതമായ ഫത്വകൾ 3 ചൊല്ലിയാൽ 3 സംഭവിക്കുമെന്ന് വന്നതുകൊണ്ട് അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നത് ആ നിയമത്തെ നസ്ഖ് സംഭവിച്ചിട്ടുണ്ട്, ആ നിയമത്തിന് നസ്ഖ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അല്ലാതെ ഒരിക്കലും ആ ഹദീസ് അവർ റിപ്പോർട്ട് ചെയ്യുകയും അതിനെതിരായ ഒരു ഫത്വ കൊടുക്കുകയുമില്ല. ഒരു നിയമത്തെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി നിയമത്തൊന്നും അവർ മാറ്റിമറിക്കുകയില്ല. അങ്ങനെ മാറ്റിമറിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ അവർ പറയുന്ന ഒന്നും സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അബൂ നൈബി തെളിവാക്കി ഉദ്ധരിക്കുന്ന ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് ഇബ്നു അബ്ബാസ് എന്നവരാണ് അതിനെതിരായി ഇപ്പോൾ അവിടെ ഫത്വ കൊടുക്കുന്നത്. ഈ ഹദീസിനെ സംബന്ധിച്ച് എതിരായി താൻ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിന് പറഞ്ഞ രൂപത്തിൽ ഈ പറയുന്ന രൂപത്തിലാണെങ്കിൽ അതിനെതിരായി ഫത്വ കൊടുക്കണമെങ്കിൽ അതിന് മതിയായ കാരണം ഇബ്നു അബ്ബാസ് എന്നവരുടെ കയ്യിൽ ഉണ്ടാവണമല്ലോ. ഇല്ലാതെ ഒരു ഹദീസ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയും അതിനെ പരിഗണിക്കാതെ തന്റെ വകയായിട്ട് മറ്റൊരു ഫത്വയും കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇബ്നു അബ്ബാസ് എന്നവരെ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ മൂപ്പര ഉദ്ധരിച്ച ഹദീസ് തെളിവാക്കാനും പറ്റുമോ? പിന്നെ എന്തിനാ അവിടെ അടിസ്ഥാനം ഉണ്ടാവരുത്? അപ്പൊ അത്തരം വാദങ്ങളൊക്കെ ചെന്നെത്തുന്നത് വളരെ അപകടകരമായ വിഷയങ്ങളിലേക്കാണ്, ദീനിന്റെ അടിത്തറ പൊളിക്കുന്നതിലേക്കാണ്. അത്തരം നിലപാടൊന്നും മുസ്ലിമീങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആ രൂപത്തിൽ സഹാബത്ത് ഏകോപിതമായി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അത് തീർച്ചയായും ഇവർ ഈ പറയില്ലെങ്കിൽ 3 ചൊല്ലിയാൽ ഒന്നേ പോകുള്ളൂ എന്ന് വാദിക്കുന്ന ആളുകൾ പറയുന്നത് പോലെയല്ല. അതിന് അതിൻ്റെതായ വഴി വേറെയുണ്ട്. അത് ആ റിപ്പോർട്ടുകൾ പറയുന്നതിന്റെ ഉദ്ദേശം മറ്റു ചിലതാണ്. 3 ചൊല്ലിയാൽ 3 സംഭവിക്കുമെന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് ഏകോപിതമായ നിലപാടാണുള്ളത്. ഒറ്റപ്പെട്ടുകൊണ്ട് ചില ആളുകൾ പറഞ്ഞത് ഈ വിഷയത്തിൽ പരിഗണിക്കപ്പെടുന്നതല്ല. ഇതാണ് പണ്ഡിത ലോകത്തിന്റെ വിഷയത്തിലുള്ള നിലപാട്. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.